Hello friends, welcome back to my channel. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ തട്ടിക്കൂട്ട്. കേൾക്കുമ്പോൾ തന്നെ അറിയാം കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കൂ. ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് 300 ഗ്രാം ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളം വാറാൻ വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾക്ക് മാറ്റാം. ചിക്കനിലേക്ക് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കാശ്മീരി ചില്ലി ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾക്ക് 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ്. നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ, വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നീട് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. അതിനുശേഷം പിന്നീടുള്ളത് കുരുമുളകാണ്. അത് ഓപ്ഷണലാണ്. കുരുമുളക് ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ പൊടികളെല്ലാം നന്നായിട്ട് യോജിച്ചതിന് ശേഷം മാത്രം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏറ്റവും നല്ലത് ഫ്രിഡ്ജിലോട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ചു കിട്ടും. ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് സവാള, അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സവാള അരച്ചതിന് ശേഷം തക്കാളി, ഞാനിവിടെ 2 തക്കാളി ചെറിയ സൈസ് ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. വലിയ സൈസ് ആണെങ്കിൽ 1 തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കറി ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഏത് പാൻ വേണമെങ്കിലും വെക്കാം, നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ ഏത് വേണമെങ്കിലും വെക്കാം. ഇതിലേക്ക് നമ്മൾക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ഒരുമിച്ച് തന്നെ എല്ലാം കൂടി ഇടാം. ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ, അധികം മൊരിയിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് 2 ഭാഗവും കളറൊക്കെ മാറി വരുന്നത് വരെ മാത്രം ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക്, നമ്മൾ നേരത്തെ പുരട്ടി വെച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ടാലും മതി, അതിലേക്ക് തന്നെ നമ്മൾക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾക്ക് അതിന് തന്നെ മസാല ചേർത്ത് കൊടുക്കാം. പട്ട ഒരു 2 വലിയ കഷ്ണം എടുത്തിട്ട് ചെറുതാക്കി എടുത്തതാണ്. ഏലക്കായ 2 എണ്ണം, ഗ്രാമ്പു ഒരു 4-5 എണ്ണം, പിന്നെ കസ്തൂരി മേത്തി, അത് ഓപ്ഷണലാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കസ്തൂരി മേത്തി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പട്ടയും ഗ്രാമ്പുമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്ന് നല്ല ഫ്ലേവേഴ്സൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാളയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. സവാള നന്നായിട്ട് മുരിഞ്ഞ് ഒരു ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ നമ്മൾക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ മാറി വന്നു തുടങ്ങി. ഈ സമയം നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ വറക്കുന്ന സമയം ഇട്ടിരിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ചേർക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എരിവ് കുറവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അളവ് മാറ്റാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയായിട്ട് നന്നായിട്ട് യോജിച്ച് ചേരണം. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം കുറച്ച് കളറിന് വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ നമ്മൾക്ക് ഈ കാശ്മീരി ചില്ലി അവോയ്ഡ് ചെയ്യാം. കാശ്മീരി ചില്ലി ചേർക്കുവാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, നേരത്തെ നമ്മൾ ഗരം മസാല ഇട്ടിട്ടുണ്ട്, ഫ്ലേവേഴ്സ് കുറച്ച് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് യോജിപ്പിക്കാം. സവാളയും മസാലകളൊക്കെ ആയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഇതിലേക്ക് നമ്മളുടെ സവാളയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം.
തക്കാളിയും സവാളയും കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ഉപ്പ്, നമ്മൾ നേരത്തെ വറുത്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് ഒരു മൂടിക വെച്ച് അടച്ച് വെച്ച് ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾക്കിത് അടച്ച് വെച്ച് തക്കാളി ഒന്ന് മുരിയിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്, എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ചിക്കൻ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാലയും ചിക്കനും നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളം വറ്റി വരുമ്പോഴേക്കും നമ്മളുടെ ചിക്കനും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചിക്കൻ തട്ടിക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ സവാളയൊക്കെ കട്ട് ചെയ്യാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.